ഇത് കവിതയുമല്ല കഥയുമല്ല, ജനിക്കാതെ പോയ ഒരു പെൺകുഞ്ഞിൻ്റെ ഡയറിക്കുറിപ്പ്. ജൂൺ 15. ഞാനൊരു കുഞ്ഞു പൊട്ടായി അമ്മയുടെ ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ജൂൺ 22. ഇപ്പോൾ ഞാനൊരു കോശമായി. ജൂലൈ 5. അമ്മ അച്ഛനോട് പറയുക, നമുക്കൊരു വാവ ഉണ്ടാവാൻ പോവുകയാണെന്ന്. അമ്മയ്ക്കും അച്ഛനും എന്ത് സന്തോഷമായിരുന്നു. ജൂലൈ 26. എനിക്കിപ്പോൾ അമ്മ പോഷണങ്ങൾ തരാൻ തുടങ്ങിയാലോ. അച്ഛമ്മ പറഞ്ഞു അമ്മയോട് നന്നായി ഭക്ഷണം കഴിക്കാൻ. ആഗസ്റ്റ് 3. അമ്മ സുന്ദരിയായി പുറപ്പെട്ടിരിക്കുകയാണ് സ്കാനിങ്ങിന് പോവാൻ. അച്ഛൻ അമ്മയെ മെല്ലെ സൂക്ഷിച്ചാണ് കാറിൽ കൊണ്ടുപോണേ, എനിക്ക് ഇളക്കം തട്ടാതിരിക്കാൻ. ഡോക്ടർ സ്കാനിങ് ചെയ്യുമ്പോൾ അമ്മയുടെ വയറമർത്തിയപ്പോൾ എനിക്ക് പേടിയായി. പിന്നെ അമ്മയുടെ വയറ്റിലാണല്ലോ എന്നതെനിക്ക് ധൈര്യം തന്നു. ആഗസ്റ്റ് 12. എനിക്കിപ്പോൾ കുഞ്ഞു കൈയും കാലും വയറും തലയും ഒക്കെ വന്നല്ലോ. അമ്മയുടെ ഹൃദയമിടിപ്പും ശബ്ദവും എനിക്ക് കേൾക്കാം. വേഗം പുറത്തെത്തി എൻ്റെ അമ്മയെ കാണാൻ കൊതിയായി എനിക്ക്. ആഗസ്റ്റ് 25. അമ്മ വീണ്ടും സ്കാനിങ്ങിനും. അച്ഛൻ ചോദിക്കുക ഡോക്ടറോട് ഞാൻ എന്ത് വാവയാണെന്ന്. അപ്പോൾ എനിക്ക് ദേഷ്യം സങ്കടം ഒക്കെ വന്നു. ഞാൻ ആദ്യമായി അമ്മയെ എൻ്റെ ഇളക്കത്തിലൂടെ എൻ്റെ പ്രതിഷേധം അറിയിച്ചു. ഞാൻ അനങ്ങിയപ്പോൾ അമ്മയുടെ സന്തോഷം കാണേണ്ടത് തന്നെ. ഡോക്ടർ പറഞ്ഞല്ലോ ഞാൻ പെൺകുട്ടിയാണെന്ന്. എനിക്കും സന്തോഷമായി. നല്ല ഉടുപ്പുകളൊക്കെ ഇട്ട് അങ്ങനെ നടക്കാലോ. പെൺകുട്ടി എന്ന് കേട്ടപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം വാടിയോന്ന് എനിക്കൊരു തോന്നൽ. അച്ഛനും അമ്മയും ഇന്ന് മൗനികളായിരുന്നു. അമ്മ ഒന്നും കഴിച്ചതുമില്ല. എനിക്ക് വിശന്നിട്ട് വയ്യ. അച്ഛമ്മയോടും അമ്മമ്മയോടും അച്ഛൻ പറയുകയാണ് എനിക്ക് വളർച്ച പോരെന്ന്. രാത്രി അമ്മയും അച്ഛനും പറഞ്ഞു എന്നെ വേണ്ടാന്ന്, ഒഴിവാക്കുകയാണെന്ന്. എനിക്ക് സങ്കടമാവുന്നു. ഞാൻ കുറെ ഇളകി നോക്കി. ഇല്ല, അമ്മയുടെ മുഖത്ത് ഒരു സന്തോഷവും ഇപ്പോൾ ഇല്ല. എൻ്റെ പൊക്കിൾക്കൊടിയിൽ ചുറ്റി ആത്മഹത്യ ചെയ്യാൻ ഞാൻ ശ്രമിച്ചു നോക്കി, കഴിഞ്ഞില്ല. എൻ്റെ കുഞ്ഞിച്ചുണ്ടുകൾ വിതുമ്പാൻ തുടങ്ങി. സെപ്റ്റംബർ 3. അമ്മയും അച്ഛനും ആശുപത്രിയിലേക്ക്, എന്നെ കളയാൻ. ഓപ്പറേഷൻ ടേബിളിൽ അമ്മയെ ഡോക്ടർ സൂചി വെച്ചപ്പോൾ അമ്മയ്ക്ക് വേദനിച്ചപ്പോൾ എനിക്ക് സങ്കടം വന്നു. പാവ എൻ്റെ അമ്മ. അരണ്ട വെളിച്ചത്തിൽ ഡോക്ടർ മൂർച്ചയുള്ള ആയുധങ്ങളുമായി എൻ്റെ നേർക്ക് വന്നപ്പോൾ ഞാൻ പേടിച്ചു മാറി. എൻ്റെ പ്രതിഷേധം വകവയ്ക്കാതെ എൻ്റെ കുഞ്ഞു കാൽവിരലുകളെ അവർ ആദ്യം നുറുക്കിയെടുത്തു. വേദന കൊണ്ട് ഞാൻ പുളഞ്ഞു. പിന്നെ എൻ്റെ കാലുകൾ, കൈകൾ, ഉടൽ എല്ലാം 15 മിനിറ്റ് കൊണ്ട് അവർ കലക്കിയെടുത്തു. 4 മാസം പ്രായമുള്ള ഭ്രൂണമാണെങ്കിലും എനിക്കുമുണ്ടായിരുന്നു ആത്മാവ്. ഞാൻ കണ്ടു അമ്മയുടെയും അച്ഛൻ്റെയും മുഖത്ത് സന്തോഷം. അങ്ങനെ എൻ്റെ ആത്മാവും നിലാവിൻ്റെ കൽപ്പടവുകൾ കയറി യാത്ര തുടർന്നു. ഇനിയുള്ള കുറിപ്പിന് തീയതികളില്ല. കലണ്ടർ തൂങ്ങാത്ത ചുവരുകളില്ലാത്ത ലോകം. ആദ്യം എന്നെ പേടിപ്പിച്ചെങ്കിലും പതുക്കെ മനസ്സ് തണുത്തുകൊണ്ടേയിരുന്നു. അവിടെ എത്തിയപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള കുറേ കുട്ടികൾ, കുഞ്ഞു ചേച്ചിമാർ, അമ്മയുടെ രൂപം തോന്നുന്ന കുറേ അമ്മമാർ. അവരെന്നെ ഓടി വന്ന് കോരിയെടുത്ത് ഉമ്മ വെച്ചു. ചേച്ചിമാർ കഥ പറഞ്ഞു തന്നു, ഈ ഭൂമിയിലെ കുഞ്ഞു കിളികളെ കൊല്ലുന്ന കഴുകന്മാരെക്കുറിച്ച്. അമ്മയുടെ താരാട്ടിൽ നിന്നും ഞാൻ കേട്ടു ഈ ഭൂമിയിലെ മനുഷ്യക്കുപ്പായമണിഞ്ഞ മാംസദാഹികളായ ചെന്നായ്ക്കളെക്കുറിച്ച്. എല്ലാം കേട്ടപ്പോൾ എൻ്റെ മനസ്സും തണുത്തു. അമ്മയോടും അച്ഛനോടുമുള്ള ദേഷ്യവും മാറി. എൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് ഓർത്തു. ഈ ഭൂമിയിൽ പെൺകുഞ്ഞായി പിറക്കാതെ പോയ എൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് ഓർത്തു. ഹൃദയം കൊണ്ട് എഴുതിയ ആൾക്ക്.